അവധിയെടുത്ത ഡോക്ടർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ജൂൺ 6-ന് ഡ്യൂട്ടിക്കെത്തണമെന്ന് അന്ത്യശാസനം നൽകി. നിർദ്ദേശം ലംഘിച്ചാൽ പിരിച്ചുവിടുമെന്നാണ് മുന്നറിയിപ്പ്. മഴക്കാല രോഗങ്ങൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം ആശുപത്രികളിൽ അനുഭവപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു നീക്കം ഈ മഴക്കാല രോഗങ്ങൾ പിടിപെടുന്നതടക്കമുള്ള സാഹചര്യത്തെ മുൻനിർത്തിയാണോ? അരുൺ, സംസ്ഥാനത്ത് ഇപ്പോൾ പകർച്ചവ്യാധികളുടെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത്. പനിയൊക്കെ പിടിച്ച് OP-യിലൊക്കെ എത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂൺ 6-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന, അങ്ങനെ അവധി എടുത്തു പോയിരിക്കുന്ന ഡോക്ടർമാരും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ മറ്റ് ജീവനക്കാരും അടിയന്തരമായി ഡ്യൂട്ടിയിൽ പ്രവേശിക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഡ്യൂട്ടിയിൽ ഇവർ തിരികെ കയറിയില്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ ഒരു ഉത്തരവിലുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ, ആ ഒരു സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധി, ഈ ഒരു സാഹചര്യത്തിലാണ് അനധികൃതമായി വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ വിവിധ വിഭാഗം ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ ജൂൺ 6-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് സന്നദ്ധതയുള്ള ഡോക്ടർമാരും ഒപ്പം തന്നെ ജീവനക്കാരെ രേഖാമൂലം ആരോഗ്യവകുപ്പിന്റെ സന്നദ്ധത അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ മേലധികാരികൾ അതാത് വകുപ്പുകൾ നിയമനം നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇങ്ങനെ സന്നദ്ധത അറിയിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം ഒപ്പം തന്നെ വിശദാംശങ്ങൾ അത് റിപ്പോർട്ടായി തന്നെ സർക്കാരിന് നൽകണമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പുനഃപ്രവേശിക്കാൻ തയ്യാറാകാത്തവർ സർവീസിൽ തുടരാൻ താല്പര്യമില്ലെന്ന നിഗമനത്തിൽ, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് സർക്കാർ പോവുകയും അവർക്കെതിരെ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി ഉണ്ടാകും. വേണ്ടി വന്നാൽ ചട്ടപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് പോകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അരുൺ, പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. എന്തായാലും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് ഹാജരാകുക. മഴക്കാലമാണ്, കാലവർഷം എത്താൻ 2 ദിവസം മാത്രം ബാക്കി. മഴക്കാല രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആരോഗ്യവകുപ്പ് ഇടപെടുന്നു ഈ വിഷയത്തിൽ. ഡോക്ടർമാരുടെ എല്ലാം അവധി റദ്ദാക്കി ജൂൺ 6-ാം തീയതി തിരിച്ചെത്തണം.